Hi friends, welcome back to my channel. ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം പ്രിപ്പയർ ചെയ്യാം. മത്തങ്ങ പുട്ടും അതുപോലെ മുളപ്പിച്ച ചെറുപയറും പപ്പടവുമാണ് പ്രിപ്പയർ ചെയ്യുന്നത്. വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ വളരെ കളർഫുൾ ഐറ്റം, ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. മത്തങ്ങ വെച്ചിട്ടുള്ള പുട്ട് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ബട്ടർനട്ട് സ്ക്വാഷ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി മത്തങ്ങയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മത്തങ്ങ എടുക്കാം. നന്നായിട്ടൊന്ന് പീൽ ചെയ്ത് ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വേവിച്ചെടുക്കാം. ഇത് വേവുന്ന സമയത്ത് നമുക്ക് പുട്ടുപൊടി ഒരു ബൗളിലേക്ക് ചേർക്കാം. 1.5 കപ്പ് വറുത്ത അരിപ്പൊടി അല്ലെങ്കിൽ പുട്ടുപൊടി ചേർക്കാം. ഇനി വേവിച്ചിട്ടുള്ള മത്തങ്ങയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് പ്യൂരേ ചെയ്തെടുക്കാം. ഏകദേശം നമുക്ക് 1 കപ്പ് മത്തങ്ങയുടെ പ്യൂരയാണ് ഇതിനായിട്ട് വേണ്ടത്. നമുക്കിത് ചേർത്തിട്ട് പുട്ടിൻ്റെ പരുവത്തിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഒന്നുകിൽ കുറച്ച് ചേർത്ത് പുട്ടിൻ്റെ പൊടിയാക്കിയിട്ട് കുഴച്ചെടുക്കാം, അല്ലെങ്കിൽ ഒരുമിച്ച് ചേർത്ത് ഇതുപോലെ സ്പാച്ചില വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൈ ഉപയോഗിച്ച് പുട്ടിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കാം. ഇനി നമുക്ക് കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ലൊരു ബ്രെഡ് ക്രംസിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലാണ് കുഴച്ചെടുക്കേണ്ടത്. ഇത് നമ്മൾ ബോളാക്കി എടുക്കുന്ന സമയത്ത് കറക്റ്റ് ആ ഒരു ഷേപ്പ് ഹോൾഡ് ചെയ്യണം. അതേസമയം പൊടിച്ചെടുക്കുമ്പോൾ അതേപോലെ അങ്ങ് പൊടിഞ്ഞു പോകണം. അതാണ് കറക്റ്റ് പുട്ടിൻ്റെ പരുവം. ഇനി ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് വീണ്ടും ഒന്നുകൂടി ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ വലിയ കട്ടകളെല്ലാം എളുപ്പത്തിൽ പൊടിഞ്ഞു കിട്ടും. അതിനായിട്ടാണ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുന്നത്. ഇനി ഒരു 2 മിനിറ്റ് നന്നായിട്ട് വലിയ കട്ടകളൊക്കെ ഉടച്ച് സ്മൂത്താക്കി എടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുട്ട് കിട്ടുന്നത്. ഇനി നമുക്ക് ഈ പുട്ടിലേക്ക് വേണ്ട തേങ്ങ ചിരകിയത് അല്ലെങ്കിൽ ഇതുപോലെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് നമുക്ക് ചേർക്കാം. പുട്ടൊരു കളർഫുൾ ആവുന്നതിനായിട്ട് ഞാനിവിടെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു പുട്ടുകുറ്റിയിലേക്ക് ചില്ലിട്ടതിന് ശേഷം കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയാവും. അധികം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർക്കരുത്, എന്നാലേ ഈ ഒരു പുട്ടിൻ്റെ ഇതിലേക്ക് നന്നായിട്ട് സ്റ്റീം വരത്തില്ല. അതുകൊണ്ട് ഒരു തിൻ ലെയർ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ പുട്ടുപൊടി ചേർക്കാം. വീണ്ടും ക്യാരറ്റിൻ്റെ ഒരു ലെയർ, വീണ്ടും പുട്ടുപൊടി. അങ്ങനെ നമുക്ക് ഈ പുട്ടുകുറ്റി കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഏറ്റവും ടോപ്പ് ലെയറിൽ നമുക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് കൂടി വെച്ചിട്ട് നമുക്കിത് സ്റ്റീം ചെയ്യാനായിട്ട് വയ്ക്കാം. ഇവിടെ ഞാൻ പ്രഷർ കുക്കറിലാണ് ഇത് സ്റ്റീം ചെയ്യുന്നത്. വെള്ളം നന്നായിട്ട് ബോയിലായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് പുട്ടുകൂറ്റി വെച്ച് 3 മുതൽ 5 മിനിറ്റ് വരെ നന്നായിട്ട് സ്റ്റീം വരുന്നത് വരെ ആവിയിൽ വേവിച്ചെടുക്കാം. ഇത് വേവുന്ന സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട സൈഡായിട്ടുള്ള മുളപ്പിച്ച ചെറുപയർ ഉലർത്ത് തയ്യാറാക്കാം. ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഒന്ന് ചേർത്ത് പൊട്ടി തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് 2 വറ്റൽമുളക് കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 10-12 ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തത് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ഈ ഉലർത്തിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നതിനായിട്ടാണ് നമ്മൾ ചെറിയ ഉള്ളി ചേർക്കുന്നത്. ചെറിയ ഉള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ സവാളയും ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർക്കാം. ഇപ്പോൾ ചെറിയ ഉള്ളി നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് മുളപ്പിച്ച ചെറുപയർ ചേർക്കാം. ചെറുതായിട്ട് മാത്രമാണ് ഇത് മുളച്ചിരിക്കുന്നത്. ഇനി ഇതിൽ അധികം വേവില്ല. മുളപ്പിക്കാത്ത ചെറുപയറാണെന്നുണ്ടെങ്കിൽ പ്രഷർ കുക്കറിൽ വേവിച്ചിട്ട് ചേർക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിലേക്ക് ചെറുപയറിന് വേണ്ട പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ഉലർത്തിലേക്ക് വേണ്ട 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ മുളക് പൊടി ചേർക്കാം. ഉലർത്തിലേക്ക് വേണ്ട കുറച്ച് തേങ്ങ ചിരകിയത് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് ചെറിയ തീയിൽ 2 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ പുട്ട് നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് പകർത്താം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ തേങ്ങയൊക്കെ നന്നായിട്ട് സ്റ്റീം വന്നിട്ടുണ്ട്. ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പോ എരിവൊക്കെ പാകത്തിനുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ മുളപ്പിച്ച ചെറുപയർ ഉലർത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് പകർത്താം. അടുത്തതായിട്ട് പപ്പടം ഫ്രൈ ചെയ്യാം. അങ്ങനെ സ്വാദിഷ്ടമായ ഹെൽത്തി ആയിട്ടുള്ള മത്തങ്ങ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
മുളപ്പിച്ച ചെറുപയർ ഉലർത്തും പപ്പടമാണ് ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ബീട്രൂട്ട് പുട്ടും തയ്യാറാക്കിയെടുക്കാം. പ്രത്യേകിച്ചും വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ വെറൈറ്റി ആയിട്ടും അതുപോലെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനിയും പുതിയ റെസിപ്പീസുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.